ഒരിടത്ത് അമ്മപ്പന്നിയോടൊപ്പം 3 പന്നിക്കുട്ടികൾ താമസിച്ചിരുന്നു. അവർ വലുതായപ്പോൾ സ്വന്തമായി വീടുകൾ ഉണ്ടാക്കി താമസിക്കാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ പന്നിക്കുട്ടി വളരെ മടിയനായിരുന്നു. അവൻ വേഗം പണി തീർക്കാൻ വേണ്ടി വൈക്കോൽ കൊണ്ടൊരു വീടുണ്ടാക്കി. രണ്ടാമത്തെ പന്നിക്കുട്ടി കുറച്ചുകൂടി ശ്രദ്ധിച്ചു. അവൻ കമ്പുകൾ കൊണ്ട് ഒരു വീടുണ്ടാക്കി. മൂന്നാമത്തെ പന്നിക്കുട്ടി കഠിനാധ്വാനിയായിരുന്നു. അവൻ നന്നായി പരിശ്രമിച്ച് ഇഷ്ടികകൾ കൊണ്ട് ഉറപ്പുള്ള ഒരു വീടുണ്ടാക്കി. അങ്ങനെയിരിക്കെ ഒരു ക്രൂരനായ ചെന്നായ എത്തി. ആദ്യം ചെന്നായ വൈക്കോൽ വീടിനടുത്തെത്തി. "ഞാൻ ഊതിയാൽ നിന്റെ വീട് പറന്നുപോകും" എന്നു പറഞ്ഞ് ചെന്നായ ഒരൊറ്റ ഊത്തുകൊടുത്തപ്പോൾ വീട് പറന്നുപോയി. പേടിച്ച പന്നിക്കുട്ടി ഓടിപ്പോയി കമ്പുവീട്ടിൽ അഭയം തേടി. ചെന്നായ അടുത്തതായി കമ്പുവീടിനടുത്തെത്തി. "ഞാൻ ഊതിയാൽ നിന്റെ വീട് തകർന്നു പോകും" എന്നു പറഞ്ഞൊറ്റ ഊത്തുകൊടുത്തപ്പോൾ ആ വീടും തകർന്നുപോയി. 2 പന്നിക്കുട്ടികളും ഓടി മൂന്നാമത്തെ പന്നിക്കുട്ടിയുടെ കട്ടവീടിനകത്ത് കയറി വാതിലടച്ചു. ചെന്നായ ദേഷ്യത്തോടെ കട്ടവീടിനടുത്തെത്തി. "ഞാൻ ഊതി വീട് തകർക്കുമെന്നു പറഞ്ഞ ചെന്നായ ശക്തിയായി ഊതാൻ തുടങ്ങി. എത്ര ഊതിയിട്ടും ചെന്നായയ്ക്ക് ആ ഉറപ്പുള്ള ഇഷ്ടിക വീടിനെ ഒട്ടും അനക്കാൻ കഴിഞ്ഞില്ല. തോൽവി സമ്മതിക്കാതെ ചെന്നായ വീടിന്റെ മുകളിലുള്ള ചിമ്മിനി വഴി അകത്തേക്കിറങ്ങാൻ ശ്രമിച്ചു. ഇത് കണ്ട പന്നിക്കുട്ടികൾ അടുപ്പിൽ തിളച്ച വെള്ളം വെച്ചിരുന്നു. ചെന്നായ ചിമ്മിനിയിലൂടെ താഴേക്ക് വീണത് നേരെ തിളച്ച വെള്ളത്തിലേക്കാണ്. ചെന്നായ വേഗം പുറത്തേക്ക് ചാടി ദൂരേക്ക് ഓടിപ്പോയി. സാരോപദേശം: കഠിനാധ്വാനം എപ്പോഴും നല്ല ഫലം നൽകും. കൂടുതൽ കഥകൾക്കായി ഈ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.